തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ അരയും തലയും മുറുക്കി മുന്നണികൾ രംഗത്തുണ്ട്. സീറ്റ് വിഭജനത്തിൽ തർക്കമുള്ള ഇടങ്ങളിൽ അതിവേഗം തീരുമാനത്തിലേക്ക് എത്താൻ മുന്നണി നേതൃത്വങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാനത്ത് LDFും UDFും സീറ്റ് വിഭജനം 75% പൂർത്തിയാക്കി. NDAയും അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3ാം ഘട്ട സ്ഥാനാർത്ഥികളെ UDF കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ട് എങ്കിലും AICCയുടെ മേൽനോട്ടം ഉണ്ടെന്നതിനാൽ UDFിൽ കാര്യങ്ങൾ സ്മൂത്തായാണ് നടക്കുന്നത്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കൂടുതൽ സീറ്റുകൾ വേണമെന്നതിൽ കടുംപിടുത്തം തുടരുകയുമാണ്. ഇതോടെ അധികമായി രൂപീകരിച്ച വാർഡുകളിലോ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലോ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. LDFിലും 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ഇവ ഉടൻ പൂർത്തിയാക്കും. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിനെ അനുഭാവപൂർവ്വം പരിഗണിച്ചാണ് LDFിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയത്തും കേരള കോൺഗ്രസിന് ചോദിച്ച സീറ്റുകൾ നൽകാൻ LDF തയ്യാറായിട്ടുണ്ട്. CPIയും സീറ്റ് വിഭജനത്തിന്റെ പേരിൽ കാര്യമായ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചിട്ടുമില്ല. NDAയിലും അതിവേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നുണ്ട്. ഘടക കക്ഷിയായ BDJS സജീവമല്ലാത്തതാണ് NDAയ്ക്ക് തിരിച്ചടിയായത്. കൂടുതൽ സീറ്റുകൾ BDJS ചോദിച്ചിട്ടുണ്ടെങ്കിലും BJP ആവശ്യം അംഗീകരിച്ചില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BDJS സംഘടനാ സംവിധാനം നിർജീവമാവുകയായിരുന്നു. ഇതിൽ BJPക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. ഇക്കുറി കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് BJP നടത്തിവരുന്നത്. 3 മുന്നണികളിലും യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ നിർബന്ധിച്ച് വീടുകളിൽ നിന്ന് പിടിച്ചിറക്കിയ വനിതകളിൽ പലരും ഇത്തവണ സീറ്റുറപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. വാർഡ് ജനറലാണെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാടുള്ളവരുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വനിതാ അധ്യക്ഷ പദവിയോ ഉപാധ്യക്ഷ പദവിയോ ലക്ഷ്യമിട്ടാണ് സീനിയർ വനിതകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ അതേസമയം സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയം മുന്നണികൾക്ക് കീറാമുട്ടിയാണ്. പല സംവരണ വാർഡുകളിലേക്കും ഇനിയും ആളെ കണ്ടെത്താൻ മുന്നണികൾക്ക് സാധിച്ചിട്ടുമില്ല.